നമസ്കാരം. വനിതാ സംവരണ ഭേദഗതി ബില്ല് വരികയാണ്. 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്ന്. രാജ്യത്തിന്റെ ഭാവിക്ക് വേണ്ടിയുള്ള ബില്ലെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. സ്ത്രീകളുടെ ശബ്ദം എല്ലാ സഭകളിലും ഉയർന്നു കേൾക്കാൻ വനിതാ സംവരണ ബില്ല് നടപ്പിലാകണമെന്ന അഭിപ്രായവും ഉയരുന്നുണ്ട്. എന്നാൽ ബില്ലിൽ ചില ദുരുദ്ദേശങ്ങളുണ്ടെന്നാണ് പ്രതിപക്ഷ ആരോപണം. ടോപ് 10ലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. വാർത്തയിലേക്ക് സമഗ്രമായി വരാം. ആദ്യം നോക്കാം ഇന്നത്തെ 10 പ്രധാനപ്പെട്ട വാർത്തകൾ. വനിതാ സംവരണ ഭേദഗതി ബില്ലും മണ്ഡല പുനർനിർണയ ബില്ലും എംപിമാർക്ക് വിതരണം ചെയ്ത് കേന്ദ്ര സർക്കാർ. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 850 വരെയാക്കാൻ നിർദ്ദേശം. മണ്ഡല പുനർനിർണയത്തിന് കമ്മീഷൻ. സ്ത്രീകൾക്ക് 33% സംവരണം. വനിതാ സംവരണം ഇന്ത്യയുടെ നാരീശക്തി പ്രകടമാക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തുറന്ന കത്ത്. ബില്ലിൽ സർക്കാർ മതിയായ ചർച്ചകൾ നടത്തിയില്ലെന്ന് പ്രതിപക്ഷം. നാളെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം. വനിതാ സംവരണ ബില്ലിന്റെ മറവിൽ ദുരുദ്ദേശങ്ങൾ ഉണ്ടെന്ന് CPM. ഡെന്റൽ വിദ്യാർത്ഥി നിതിന്റെ മരണത്തിൽ ആരോപണ വിധേയനായ അഞ്ചരക്കണ്ടി കോളേജിലെ അധ്യാപകൻ ഡോക്ടർ റാമിനെ പുറത്താക്കി. നടപടി ഡോക്ടർക്കെതിരെ കൂടുതൽ പരാതികളുമായി വിദ്യാർത്ഥികൾ എത്തിയതിന് പിന്നാലെ അന്വേഷണ സംഘം പ്രിൻസിപ്പലിന്റെ മൊഴിയെടുത്തു. നിതിനെ ഓഫീസിൽ ചോദ്യം ചെയ്തിരുന്നതായി സമ്മതിച്ചു പ്രിൻസിപ്പൽ. ബീഹാറിൽ ഇനി പുതുയുഗം. നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. BJP നേതാവും ഉപമുഖ്യമന്ത്രിയുമായ സാമ്രാട് ചൗധരി പുതിയ മുഖ്യമന്ത്രിയാകും. തീരുമാനം BJP നിയമസഭാ കക്ഷി യോഗത്തിൽ. സാമ്രാട് ചൗധരിയുടെ സത്യപ്രതിജ്ഞ നാളെ പട്നയിൽ. ചടങ്ങിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൊടുംവേനലിൽ വെന്തുരുകി കേരളം. ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ്. അൾട്രാ വയലറ്റ് സൂചിക അപകടനിലയിൽ. പാലക്കാട് താപനില 40 ഡിഗ്രി സെൽഷ്യസിൽ. സംസ്ഥാനത്ത് പ്രതിദിന വൈദ്യുതി ഉപയോഗത്തിൽ റെക്കോർഡ്. ഹോർമൂസിൽ അമേരിക്കൻ ഉപരോധം തുടരുന്നതിനിടെ വീണ്ടും ഇറാൻ അമേരിക്ക ചർച്ചയെന്ന് റിപ്പോർട്ട്. ഈ ആഴ്ച അവസാനം ചർച്ച നടന്നേക്കുമെന്ന് സൂചന. ഉപരോധത്തിനിടയിലും ഹോർമൂസ് കടന്ന് ചൈനീസ് ടാങ്കർ. ഡൊണാൾഡ് ട്രംപുമായി സംസാരിച്ച നരേന്ദ്രമോദി. 40 മിനിറ്റ് നീണ്ട സംഭാഷണത്തിൽ പശ്ചിമേഷ്യൻ സഹകരണം ചർച്ചയായി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഘട്ടം ഘട്ടമായി തുറക്കാൻ UAE. മുഖ്യമന്ത്രി ചർച്ചകളിൽ കോൺഗ്രസ് നേതൃതലത്തിൽ അതൃപ്തി പുകയുന്നു. പരസ്യ പ്രസ്താവനകളും ചർച്ചകളും അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയ്ക്ക് കത്തയച്ച് ബെന്നി ബെഹന്നാൻ MP. തമിഴ്നാട്, പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം നിർണായക ഘട്ടത്തിൽ. തമിഴ്നാട്ടിൽ പ്രകടന പത്രിക പുറത്തിറക്കി BJP. വീട്ടമ്മമാർക്ക് പ്രതിമാസം 2000 രൂപ. സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ തടയാൻ പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികളും 0 FIR സംവിധാനവും വാഗ്ദാനം. പ്രധാനമന്ത്രി നാളെ തമിഴ്നാട്ടിൽ. കണി കണ്ടുണരാൻ മലയാളികൾ. നാളെ വിഷു. ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ ഒരു വർഷത്തിന്റെ പ്രതീക്ഷകൾക്ക് പൊൻപ്രഭ. എങ്ങും ആഘോഷത്തിനൊരുങ്ങി. മാർച്ച് മാസത്തിലെ ICC പ്ലെയർ പുരസ്കാരം സ്വന്തമാക്കി സഞ്ജു സാംസൺ. നേട്ടം 2020 ലോകകപ്പിലെ മികച്ച പ്രകടനത്തിന്. IPL-ൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 193 റൺസ് വിജയലക്ഷ്യം. കർണാടകയിലെ ഗുണ്ടൽപേട്ടിൽ വാഹനാപകടത്തിൽ 3 മലയാളികൾക്ക് ദാരുണാന്ത്യം. മരിച്ചത് കോഴിക്കോട് ബേപ്പൂർ സ്വദേശികൾ. ഛത്തീസ്ഗഡിൽ വേദാന്ത പവർ പ്ലാന്റിലെ ബോയിലർ പൊട്ടിത്തെറിച്ച് 10 മരണം, ഒട്ടേറെ പേർക്ക് പരിക്ക്. സ്റ്റോറി ഓഫ് ദ ഡേ. മൺകുടങ്ങളിൽ വർണ്ണചാർത്തായി ഉണ്ണിക്കണ്ണൻ. വാർത്തകൾ സമഗ്രമായി വിശദമായി നോക്കാം. ടോപ് 10-ൽ വനിതാ സംവരണ ഭേദഗതി ബില്ലും മണ്ഡല പുനർനിർണയ ബില്ലും എംപിമാർക്ക് വിതരണം ചെയ്ത് കേന്ദ്ര സർക്കാർ. ഭരണഘടനാ ഭേദഗതി ബില്ലിന്റെ പകർപ്പ് എംപിമാരുടെ പോർട്ടലിൽ അപ്ലോഡ് ചെയ്തു. സംസ്ഥാനങ്ങളിലെ ലോക്സഭാ സീറ്റുകൾ 815ആയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ സീറ്റുകൾ 35ആയും ഉയർത്തും. 850 സീറ്റിൽ 1/3 സംവരണം വനിതകൾക്ക് നൽകും. നിലവിൽ 543 ലോക്സഭാ സീറ്റുകളാണുള്ളത്. മണ്ഡല പുനർനിർണയത്തിന് കമ്മീഷൻ രൂപീകരിക്കും. സുപ്രീം കോടതി ജഡ്ജി കമ്മീഷന്റെ അധ്യക്ഷനാകും. മുഖ്യ തെരഞ്ഞെടുപ്പ്
കമ്മീഷനോ അദ്ദേഹം നിർദ്ദേശിക്കുന്ന ഒരാളോ കമ്മീഷന്റെ അംഗമാകും. 1971 സെൻസസ് അടിസ്ഥാനമാക്കിയാണ് ലോക്സഭയുടെ നിലവിലെ ഘടന. വനിതാ സംവരണം ഇന്ത്യയുടെ നാരീശക്തി പ്രകടമാക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തുറന്ന കത്ത്. പതിറ്റാണ്ടുകളായി മുടങ്ങിക്കിടന്ന കാര്യം ദൃഢനിശ്ചയത്തിലൂടെ നടപ്പിലാക്കുകയാണ്. 2029 ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ വനിതാ സംവരണം പൂർണ്ണമായി നടപ്പിലാക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 850 ആക്കാനാണ് നിർദ്ദേശം. വനിതകളുടെ സീറ്റുകൾ മാറി മാറിയാകും നിശ്ചയിക്കുക. നാളെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ യോഗവും ചേരുന്നുണ്ട്. വനിതാ സംവരണ ബില്ലിന്റെ മറവിൽ ദുരുദ്ദേശങ്ങൾ ഉണ്ടെന്നാണ് CPM ആരോപിക്കുന്നത്. ഈ മാസം 16 മുതൽ ചേരുന്ന 3 ദിവസത്തെ പാർലമെന്റ് സമ്മേളനത്തിൽ വനിതകൾക്ക് 33% സംവരണം ഉറപ്പാക്കുന്ന വനിതാ സംവരണ ബിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച് പാസാക്കും. അതിനു മുൻപായാണ് ബില്ലിന്റെ പ്രാധാന്യവും വനിതാ സംവരണം ഇന്ത്യയുടെ നാരീശക്തി പ്രകടമാക്കുന്നതെന്നും വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തുറന്ന കത്ത്. നിയമനിർമ്മാണ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് സംവരണം ഉറപ്പാക്കാനുള്ള തീരുമാനത്തെ ഇന്ത്യയിലുടനീളമുള്ള സ്ത്രീകൾ അഭിനന്ദിക്കുന്നു. പതിറ്റാണ്ടുകളായി മുടങ്ങിക്കിടക്കുന്ന കാര്യം ദൃഢനിശ്ചയത്തിലൂടെ നടപ്പാക്കുകയാണ്. 2029 ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വനിതാ സംവരണം പൂർണ്ണമായി നടപ്പാക്കുമെന്നും ഇതിലൂടെ ഇന്ത്യൻ ജനാധിപത്യം കൂടുതൽ കരുത്തുറ്റതാകുമെന്നും പ്രധാനമന്ത്രി കത്തിൽ പറയുന്നു. വനിതാ സംവരണ ബിൽ ഈ നൂറ്റാണ്ടിലെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമാണെന്നും ഇതിലൂടെ ഇന്ത്യ പുതിയ ചരിത്രം രചിക്കുകയാണെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. പാർലമെന്റിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായി നിന്ന് ബില്ല് പാസാക്കണമെന്നാവശ്യപ്പെട്ട് MPമാർക്ക് മോദി നേരത്തെ കത്തയച്ചിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. വനിതാ സംവരണ ബില്ലിന്റെ മറവിൽ നിരവധി ദുരുദ്ദേശങ്ങൾ ഒളിച്ചു വെച്ചിട്ടുണ്ടെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി പറയുന്നു. വിമർശിക്കുന്നവരെ വനിതാ സംവരണത്തിന് എതിരെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമമെന്നും MB ബേബി പറഞ്ഞു. അപ്പോൾ ഇപ്പം ഈ വനിതാ സംവരണ ബില്ല് വളരെ ആലോചിച്ചുറപ്പിച്ച ചില ദുരുദ്ദേശങ്ങളോടുകൂടി രാജ്യത്തെ 2 പ്രധാനപ്പെട്ട സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. ഇതിനെക്കുറിച്ചുള്ള കിംവദന്തികൾ കേട്ടപ്പോൾ തന്നെ നമ്മളെല്ലാം പ്രതികരിച്ചതാണ്. പാർട്ടികളുടെ നേതൃത്വത്തെ വിളിച്ച് രാഷ്ട്രീയ പാർട്ടി നേതൃത്വവുമായി പ്രധാനമന്ത്രി ചർച്ച ചെയ്യണം. ആ ചർച്ചയ്ക്ക് ഞങ്ങളെ വിളിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് അതിൻ്റെ കണ്ടന്റ്, അതിൻ്റെ ഉള്ളടക്കം വിതരണം ചെയ്യണം. അങ്ങനെ ആയിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. ആത്മഹത്യ ചെയ്ത നിതിൻ രാജിന്റെ മരണത്തിൽ നിർണായക തെളിവുകളാണ് പോലീസ് കണ്ടെടുത്തത്. വിദ്യാർത്ഥി ജീവനൊടുക്കുന്നതിന് തൊട്ടുമുൻപ് പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിന്നും കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. അധ്യാപകരിൽ നിന്നുമുണ്ടായ പീഡനത്തിനൊപ്പം ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും മരണത്തിന് വഴിവെച്ചു എന്ന് വിലയിരുത്തലിലാണ് അന്വേഷണ സംഘം. നിതിൻ രാജിന്റെ മരണത്തിലേക്ക് നയിച്ച 3 കാര്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം. അധ്യാപകരിൽ നിന്നും നേരിട്ട ജാതി വിവേചനം, ലോൺ ആപ്പുകാരുടെ സമ്മർദ്ദം, പ്രിൻസിപ്പലും അധ്യാപകരും നടത്തിയ ചോദ്യം ചെയ്യൽ എന്നിവ നിതിനെ സമ്മർദ്ദത്തിലാക്കിയെന്നാണ് വിലയിരുത്തൽ. ജീവനൊടുക്കുന്ന ദിവസം സംഭവിച്ചത് ഇപ്രകാരമാണ്. അധ്യാപികയായ ലതാ ശശിധരന്റെ ഗ്യാരണ്ടിയിൽ ലോൺ ആപ്പിൽ നിന്നും 14,000 രൂപയോളം നിതിൻ വായ്പയെടുത്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട അധ്യാപിക പരാതി നൽകിയതായി കോളേജ് പ്രിൻസിപ്പൽ സ്ഥിരീകരിച്ചു. ഇതേ തുടർന്ന് ഏപ്രിൽ 10 പ്രിൻസിപ്പൽ നിതിനെ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. 10-ാം തീയതി പരാതി എഴുതി മാഡത്തിന്റെ, കാരണം അത് ആദ്യം ഇങ്ങനെ ഒരു മാഡത്തിന്റെ ഫോണിൽ പുള്ളിയുടെ ഫോട്ടോയും നിതിൻ രാജിന്റെ ഫോട്ടോയും എല്ലാം വന്നു. പിന്നെ അതിന്റെ ലോൺ എന്തോ എടുത്തു, അപ്പം കോൺസ്റ്റന്റ് ആയിട്ട് അടയ്ക്കണം, ഒരു ഭീഷണിയാണ് മാഡം പറഞ്ഞത്. അപ്പൊ അത് വന്നു, മാഡം പരാതി തന്നു. ലോൺ ആപ്പിന്റെ ഭീഷണി അത് വ്യക്തമായിട്ടുണ്ട്. അത് വോയിസ് ക്ലിപ്പും എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അവര് മാഡത്തിന് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ത്രട്ടനിങ് ആണ്, ഇപ്പൊ അടയ്ക്കണം അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. 35 മിനിറ്റോളം നീണ്ട സംഭാഷണങ്ങൾക്കൊടുവിൽ പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിന്ന് കരഞ്ഞുകൊണ്ടാണ് നിതിൻ പുറത്തേക്ക് വരുന്നത്. ഇതിന്റെ ഉൾപ്പെടെ നിർണായക CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. ഇവിടെ നിന്നും പുറത്തിറങ്ങിയ നിതിൻ 10 മിനിറ്റിനകം ജീവനൊടുക്കിയതായാണ് പോലീസ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. ഇതിനെ സാധൂകരിക്കുന്നത് സാക്ഷിമൊഴിയും ലഭിച്ചിട്ടുണ്ട്. ഇൻസ്റ്റാപേ എന്ന അക്കൗണ്ടിൽ നിന്ന് 14,000 രൂപ നിതിൻ വായ്പയെടുത്തതായി സൈബർ സെല്ലിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഇതിൽ ഗ്യാരണ്ടിയായത് അധ്യാപിക ലതാ ശശിധരനായിരുന്നു. തിരിച്ചടവ് മുടങ്ങിയതോടെ അധ്യാപികയ്ക്ക് ഭീഷണി സന്ദേശങ്ങളും കോളുകളും തുടർച്ചയായി വന്നിരുന്നു. ഇതിനെ തുടർന്നാണ് ഇവർ പ്രിൻസിപ്പലിന് പരാതി നൽകിയത്. നിതിന്റെ ഫോണിൽ ഏപ്രിൽ 9 മാത്രം 98 ഭീഷണി സന്ദേശങ്ങളും കോളുകളും ഫോൺ ആപ്പ് കമ്പനിയിൽ നിന്നും വന്നിരുന്നു. അതേ ദിവസം അധ്യാപികയ്ക്കും 28ഓളം ഭീഷണി സന്ദേശങ്ങളും ലഭിച്ചിരുന്നു. നിതിന്റെ ഫോൺ പ്രിൻസിപ്പൽ പിടിച്ചുവച്ചതായാണ് ദൃശ്യങ്ങളിലുള്ളത്. മുറിയിൽ നിന്ന് കരഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങിയ നിതിൻ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം സ്ഥാപനത്തിൽ നിന്ന് നേരിടേണ്ടി വന്ന പീഡനത്തെയും പോലീസ് കുറച്ചു കാണുന്നില്ല.
കോളേജിലെത്തിയ അന്വേഷണ സംഘം പ്രിൻസിപ്പലിന്റെ മൊഴി രേഖപ്പെടുത്തി. സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ അധ്യാപകരെ ഇനിയും അറസ്റ്റ് ചെയ്യാനായിട്ടില്ല. ജോസഫ് അഗസ്റ്റിൻ, അമൃത ന്യൂസ്, കണ്ണൂർ. അധ്യാപകൻ റാമിനെതിരെ തുടരെ പരാതികൾ സഹപാഠികൾ ഉയർത്തുന്നത് നമ്മൾ ഇന്നലെ കണ്ടു. ഇന്നും അത്തരത്തിൽ പല പ്രതികരണങ്ങൾ വന്നു. പാസ് ഔട്ടായ വിദ്യാർത്ഥികളും അവസാന ബാച്ചിലെ കുട്ടികളടക്കം അധ്യാപകനെതിരെ രംഗത്ത് വന്നു. കാണാൻ ഗോത്രവർഗ്ഗക്കാരെ പോലെയുണ്ടെന്നും പ്രതികരിച്ചാൽ പരീക്ഷയെ തോൽപ്പിക്കുമെന്ന ഭീഷണി ഉണ്ടായിരുന്നുവെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. പഠനകാലത്ത് സമാനതകളില്ലാത്ത ക്രൂരത നേരിട്ടെന്നും വെളിപ്പെടുത്തൽ. പ്രതികരിക്കുന്നവരോട് പ്രതികാര നടപടിയെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. ഡോക്ടർ MK റാമിനെതിരെ ഗുരുതര ആരോപണങ്ങളും പരാതിയുമായി കൂടുതൽ വിദ്യാർത്ഥികൾ രംഗത്ത് വന്നതോടെ ആരോപണ വിധേയനായ അധ്യാപകനെ കോളേജിൽ നിന്നും പുറത്താക്കി. ചെരുപ്പിട്ട് വന്ന തന്നെ കോളനി എന്ന് വിളിച്ചുവെന്നാണ് ഒരു വിദ്യാർത്ഥി ആരോപിക്കുന്നത്. തന്നെ കാണാൻ ഗോത്രവർഗ്ഗക്കാരനെ പോലെയുണ്ടെന്നും പരിഹസിച്ചു. സഹപാഠിയായ പെൺകുട്ടിയെക്കൊണ്ട് ചെരുപ്പ് വെച്ച് തല്ലിക്കാൻ ശ്രമിച്ചുവെന്നും വിദ്യാർത്ഥി പറഞ്ഞു. നിറം കൂടിയവരെ വെള്ളപ്പാറ്റിയെന്നും പെൺകുട്ടിയെ കറുത്ത പശു എന്ന് വിളിച്ച് പരിഹസിച്ചുവെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. ബ്ലാക്ക് മാത്രല്ല, ഒരു പരിധിക്ക് ശേഷം വെളുത്താല് വൈറ്റ് കോക്രോച്ച്, ഒരു പരിധിക്ക് ശേഷം മെലിഞ്ഞാല് ക്യാൻസർ പേഷ്യന്റ്, എൻഡോസൾഫാൻ, ഇതൊക്കെയാണ് അയാൾ പറയുന്നത്. നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധിക്കുന്ന തങ്ങളെ നിരീക്ഷിക്കാൻ മാനേജ്മെന്റ് ആളുകളെ വെച്ചുവെന്നാണ് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത്. ഇവർ ഫോട്ടോയും ദൃശ്യങ്ങളും പകർത്തി കരിയർ ഇല്ലാതാക്കുമെന്ന് ഭയമുണ്ടെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. ഏതൊരു മാം പറഞ്ഞിട്ട് ആള് നമ്മളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. നമ്മളുടെ ഒരാളുടെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരാളുടെ ഫോട്ടോ, ആളുടെ ഫോട്ടോ നമ്മൾ സംസാരിച്ചതിന്റെ പേരിൽ നമ്മുടെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മള് മീഡിയക്ക് മുന്നിൽ വരണേക്കാട്ടിലും മുന്നേ നമ്മളുടെ കരിയർ, നമ്മളുടെ ലൈഫ് വരെ എടുത്തിട്ടാണ്. ഇനി നമ്മൾ ഡെന്റിസ്റ്റ് ആയിട്ട് പോലും വർക്ക് ചെയ്യില്ല. അതിൽ കുഴപ്പമില്ല. വീട്ടില് സംസാരിക്കാൻ ഇറങ്ങിയത്. വിവാദങ്ങൾ രൂക്ഷമാകുന്നതിനിടെ ഡോക്ടർ റാമിന്റെ ചിറക്കുന്നിയിലെ ക്ലിനിക്കിലേക്ക് ഡിവൈഎഫ്ഐ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പുതിയ താഴിട്ട് ക്ലിനിക്ക് പൂട്ടിയ പ്രവർത്തകർ അംബേദ്കറുടെ ചിത്രവും പതിച്ചു. കോളേജിലെ റാഗിംഗ് വിരുദ്ധ സമിതി അംഗമാണ് ഡോക്ടർ റാം. പരാതിപ്പെട്ടിട്ടും പരിഹാരമില്ലാത്തതിനാലാണ് പരാതികളുമായി പോകാതിരുന്നതെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. പഠനകാലത്തിന് റാഗിങ്ങിന് ഡീബാർ ചെയ്യപ്പെട്ട വ്യക്തിയാണ് റാമെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ജോസഫ് അഗസ്റ്റിൻ, അമൃത ന്യൂസ്, കണ്ണൂർ. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണം അന്വേഷിക്കാൻ 4 അംഗ വിദഗ്ധ സമിതിയെ നിയമിച്ച് ആരോഗ്യ സർവകലാശാല. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ പറഞ്ഞു. നിതിൻ രാജിന്റെ കുടുംബത്തിന് കരുതലായി കോൺഗ്രസ് രംഗത്തെത്തി. പ്രതിപക്ഷ നേതാവ് വാഗ്ദാനം ചെയ്ത വീടിന്റെ ആദ്യ തുക VS ശിവകുമാർ നിതിന്റെ വീട്ടിലെത്തി പിതാവിന് കൈമാറി. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ നടക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചതെന്ന് ആരോഗ്യ സർവകലാശാല VC മോഹനൻ കുന്നുമ്മൽ പറഞ്ഞു. തിരുവനന്തപുരത്തെ നിതിൻ രാജിന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മരണത്തിൽ അന്വേഷണം നടത്താൻ ആരോഗ്യ സർവകലാശാല ലഫ്റ്റനന്റ് ജനറൽ അജിത് നീലകണ്ഠന്റെ നേതൃത്വത്തിൽ 4 അംഗ സമിതിയെ നിയോഗിച്ചു എന്നും അദ്ദേഹം വ്യക്തമാക്കി. യൂണിവേഴ്സിറ്റിയുടെ തലത്തിൽ അന്വേഷണം ഈ വിഷയം അറിഞ്ഞ അപ്പോൾ തന്നെ പ്രഖ്യാപിച്ചതാണ്. യൂണിവേഴ്സിറ്റിയുടെ ഗവേണിംഗ് കൗൺസിൽ മെമ്പർ ലഫ്റ്റനന്റ് ജനറൽ അജിത് നീലകണ്ഠൻ, ഇന്ത്യയിലെ ഏറ്റവും സീനിയർ ആർമി ഓഫീസറായിരുന്ന ലഫ്റ്റനന്റ് ജനറൽ അജിത് നീലകണ്ഠൻ യൂണിവേഴ്സിറ്റിയുടെ ഗവേണിംഗ് കൗൺസിൽ മെമ്പറാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ യൂണിവേഴ്സിറ്റിയുടെ വിദ്യാഭ്യാസ കാര്യാലയം ഡീൻ, അതുപോലെ ഡെന്റൽ ഡീൻ, മെഡിസിൻ ഡീൻ, ഇത്രയും പേരുള്ള സംഘം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മിനിഞ്ഞാന്ന് തന്നെ ആ ടീം ഇവിടെ വന്നു. അമ്മയുമായും അച്ഛനുമായും എല്ലാവരുമായും സംസാരിച്ചിട്ടുണ്ട്. ആ ടീം ഇന്നും നാളെയും കോളേജ് അവിടെ വിദ്യാർത്ഥികളുണ്ടാവില്ല, അവധിയായതുകൊണ്ട് വെള്ളിയാഴ്ച അവർ കോളേജിലെത്തുന്നതാണ്. സമഗ്രമായി അന്വേഷിക്കും. ഈ കോളേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് അന്വേഷിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് അന്വേഷിക്കും. കൃത്യമായ നടപടി, ശക്തമായ നടപടി ആരോഗ്യ സർവകലാശാല നടത്തുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ലോൺ ആപ്പിന്റെ പേരിൽ നിതിൻ ആത്മഹത്യ ചെയ്യില്ലെന്നും കോളേജിൽ നടന്നത് എന്താണെന്ന് അറിയണമെന്നും നിതിൻ രാജിന്റെ സഹോദരി പറഞ്ഞു. ഒരിക്കലും ആപ്പ് ലോണിന്റെ പേരും പറഞ്ഞ് ഇത് ചുരുക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഇനി എവിടെ വരെ പോവാൻ പറ്റുമോ അവിടെ വരെ നിതിന്റെ കുടുംബത്തിന് പ്രതിപക്ഷ നേതാവ് വാഗ്ദാനം ചെയ്ത വീടിന്റെ ആദ്യ തുക VS ശിവകുമാർ നിതിന്റെ വീട്ടിലെത്തി പിതാവിന് കൈമാറി. കേസിലെ പ്രതികളെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യണമെന്നും ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുണ്ടെങ്കിലും മാതൃകാപരമായ നടപടികൾ കേസിൽ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
വിവരങ്ങളും വിശദാംശങ്ങളുമായി രജിത്ത് ചേരുന്നു തിരുവനന്തപുരത്തു നിന്നും. രജിത്ത്, കൂടുതൽ ആരോപണങ്ങൾ വരുന്നു. അധ്യാപകൻ റാമിനെ പുറത്താക്കുന്നു. ശക്തമായ നടപടിയെന്നാണ് സർവകലാശാല വൈസ് ചാൻസലറും പറയുന്നത്. കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബത്തിന്റെ തീരുമാനം. നീതി വേണമെന്ന് ഉറച്ചു നിൽക്കുന്നു കുടുംബം പറയുന്നത് എന്താണ് രജിത്ത്? അഞ്ചരക്കണ്ടിയിലെ ദന്തൽ കോളേജ് വിദ്യാർത്ഥിയായിട്ടുള്ള നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വെളിപ്പെടുത്തലുകളാണ് ഇന്ന് വീണ്ടും വന്നിരിക്കുന്നത്. രണ്ട് വിദ്യാർത്ഥികൾ കൂടി, സഹപാഠികളും ഒപ്പം തന്നെ മുതിർന്ന വിദ്യാർത്ഥികളുമായിട്ടുള്ള 2 പേർ കൂടി ഡോക്ടർ റാമിനെതിരെ ആരോപണവുമായി രംഗത്തേക്ക് എത്തുകയാണ്. അതോടുകൂടി ഡോക്ടർ റാമിനെ നിൽക്കക്കള്ളി ഇല്ലാതെ തന്നെ കോളേജ് പുറത്താക്കാനുള്ള തീരുമാനത്തിലേക്ക് പോകുന്നു എന്നത് തന്നെയാണ്. ഡോക്ടറെ പുറത്താക്കാനാണ് കോളേജിന്റെ തീരുമാനമുള്ളത്. അതുതന്നെയാണ് കുടുംബവും നേരത്തെ മുതൽ തന്നെ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നത്. വിദ്യാർത്ഥികൾ പൊതുവെ ആവശ്യപ്പെടുന്ന കാര്യവും ഇതാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ ഇത്തരത്തിൽ ആരോപണവുമായി രംഗത്തേക്ക് എത്തുന്ന സഹപാഠികളായിട്ടുള്ള വിദ്യാർത്ഥികളെ നോട്ട് ചെയ്യുകയാണ് മാനേജ്മെന്റ് എന്ന ആരോപണവും ശക്തമായിട്ടുണ്ട്. അത്തരത്തിൽ തങ്ങൾക്ക് കോളേജിൽ പഠനം പൂർത്തീകരിക്കാൻ കഴിയുമോ എന്ന സംശയം കൂടി വിദ്യാർത്ഥികൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെയാണ് നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം കൂടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കൂടിയാണ് നിതിൻ രാജിന്റെ മരണം സംഭവിച്ചിട്ടുള്ളത് എന്ന കാര്യമാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. എന്തുതന്നെയായാലും നേരത്തെ ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രിൻസിപ്പലിന്റെ റൂമിലേക്ക് വിളിച്ചു വരുത്തുകയും നിതിൻ രാജിനെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ആ ചോദ്യം ചെയ്തതിന് ശേഷം നിതിൻ രാജ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് CCTV ദൃശ്യങ്ങളടക്കം വെച്ചുകൊണ്ട് പോലീസ് പറയുന്നത്. എന്നാൽ ഈ കാര്യങ്ങളൊക്കെയും കുടുംബം നിഷേധിക്കുകയാണ്. ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം തങ്ങൾക്ക് അറിയാമായിരുന്നു എന്നാണ് കുടുംബം പറയുന്നത്. ഒപ്പം തന്നെ ഈ ഡോക്ടറെ സംരക്ഷിക്കുന്നതിനും ഡോക്ടർ റാമിനെയും അതുപോലെ തന്നെ ഡോക്ടർ സംഗീത ഉൾപ്പെടെയുള്ള ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടാണ് കോളേജ് മാനേജ്മെന്റ് ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്ന കാര്യമാണ് കുടുംബം ആരോപിക്കുന്നത്. എന്തുതന്നെയായാലും ഇവർക്കെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് അവർ പോലീസിലും അതുപോലെ തന്നെ DGPക്ക് അടക്കം ഇന്നലെ തന്നെ പരാതി നൽകിയിരുന്നു. എന്തുതന്നെയായാലും ഇക്കാര്യത്തിൽ ശക്തമായ ഒരു നടപടിയിലേക്ക് പോകും എന്ന കാര്യം നേരത്തെ തന്നെ DGPയും വ്യക്തമാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി അടക്കം ഇക്കാര്യത്തിൽ കൃത്യമായ നടപടിയിലേക്ക് പോകും എന്ന കാര്യമടക്കം പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തുതന്നെയായാലും നിലവിൽ ഇപ്പോൾ ഈ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡോക്ടർ റാമിനെതിരെ നടപടിയിലേക്ക് നിൽക്കക്കള്ളിയില്ലാതെ മാനേജ്മെന്റ് പോകുന്നു എന്നത് തന്നെയാണ്. ശരി രജിത്ത്, അത് തന്നെയാണ്. നിതിൻ രാജിനെതിരെയുള്ള ആരോപണങ്ങളെല്ലാം തള്ളുകയാണ് കുടുംബം എന്നതാണ്. കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബത്തിന്റെ തീരുമാനം. വിവരങ്ങളാണ് രജിത്ത് തിരുവനന്തപുരത്ത് നിന്നും നൽകിയത്. ബീഹാറിൽ നിതീഷ് കുമാർ യുഗത്തിന് അന്ത്യമായി. രാജ്യസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട നിതീഷ് ഇന്ന് ഉച്ചയോടെ ലോക് ഭവനിലെത്തി ഗവർണറെ കണ്ട് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. ഇനി സാമ്രാട്ട് ചൗധരി ബീഹാറിനെ നയിക്കും. നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. 20 കൊല്ലക്കാലം മുഖ്യമന്ത്രിയായി ബീഹാറിനെ സേവിക്കാനായതിൽ നന്ദി പറഞ്ഞുകൊണ്ടാണ് നിതീഷിന്റെ പടിയിറക്കം. 20 കൊല്ലം ബീഹാറിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായെന്നും അദ്ദേഹം വ്യക്തമാക്കി. താൻ ബീഹാർ വിട്ടുപോകില്ലെന്നും ബീഹാറിന്റെ മാർഗദർശിയായി തുടരുമെന്നും നിതീഷ് കുമാർ കൂട്ടിച്ചേർത്തു. നിർണായക രാഷ്ട്രീയ മാറ്റത്തിനാണ് ബീഹാർ സാക്ഷ്യം വഹിച്ചത്. 2005 മുതൽ 2 പതിറ്റാണ്ടുകാലം ബീഹാറിനെ നയിച്ച മുഖ്യമന്ത്രി നിതീഷ് കുമാർ രാജിവെച്ചു. പട്നയിൽ അവസാനത്തെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്ത ശേഷമാണ് ലോക് ഭവനിലെത്തി നിതീഷ് ഗവർണർക്ക് രാജി സമർപ്പിച്ചത്. മുഖ്യമന്ത്രിയായില്ലെങ്കിലും പുതിയ സർക്കാരിന് എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നായിരുന്നു നിതീഷ് കുമാറിന്റെ പ്രതികരണം. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ മേൽനോട്ടത്തിൽ നടന്ന ചർച്ചകൾക്ക് ശേഷം BJPയുടെ നിയമസഭാ കക്ഷി നേതാവായി ബീഹാറിന്റെ അടുത്ത മുഖ്യമന്ത്രിയായി സാമ്രാട്ട് ചൗധരിയെ പ്രഖ്യാപിച്ചു. നിലവിൽ ഉപമുഖ്യമന്ത്രിയാണ് സാമ്രാട്ട് ചൗധരി. ചരിത്രത്തിലാദ്യമായാണ് ബീഹാറിൽ BJPക്ക് മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കുന്നത്. നിതീഷ് കുമാർ പഠിപ്പിച്ച പാഠങ്ങളിലൂടെ മുൻപോട്ട് പോകുമെന്നും ബീഹാറിന്റെ സമഗ്ര വികസനമാണ് ലക്ഷ്യമെന്നും സാമ്രാട്ട് ചൗധരി പറഞ്ഞു. ബീഹാർ की जनता ने 202 सीटें देकर आदरणीय मोदी जी और नीतीश जी के विचारधारा को जिताने का काम किया. तब भी बिहार में एक मजबूत सरकार बनाने का जो जनता ने मैंडेट दिया था. പട്നയിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങി പ്രമുഖ നേതാക്കൾ പങ്കെടുക്കും. നിതീഷ് കുമാർ രാജ്യസഭാംഗമായി ചുമതലയേറ്റതോടെയാണ് ബീഹാറിൽ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ ആദ്യമായി BJPക്ക് അവസരം ലഭിച്ചത്. BJP നേതാക്കളായ നിത്യാനന്ദ റായ്, രേണുദേവി, വിജയ്കുമാർ സിൻഹ തുടങ്ങിയ പേരുകളും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കൊടും വേനലിൽ
ഉരുകുകയാണ് കേരളം. ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ്. പാലക്കാട് താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും. അൾട്രാവയലറ്റ് സൂചികയും അപകട നിലയിലാണ്. സംസ്ഥാനത്ത് പ്രതിദിന വൈദ്യുതി ഉപയോഗം റെക്കോർഡിൽ. കനത്ത ചൂടിൽ ചുട്ടുപൊള്ളുകയാണ് സംസ്ഥാനം. ഇടുക്കിയും വയനാടും ഒഴികെയുള്ള 12 ജില്ലകളിലും ഉയർന്ന താപനില മുന്നറിയിപ്പാണ് ഉള്ളത്. ഇവിടങ്ങളിൽ യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ് കാലാവസ്ഥാ വകുപ്പ്. ഏറ്റവും അധികം ചൂട് അനുഭവപ്പെടുക പാലക്കാടാണ്. ഇന്ന് താപനില 40-നടുത്ത് രേഖപ്പെടുത്തുമെന്നാണ് മുന്നറിയിപ്പ്. ഇന്നലെ പാലക്കാട് രേഖപ്പെടുത്തിയത് 39.2 ഡിഗ്രി സെൽഷ്യസ് ആണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച പാലക്കാട് രേഖപ്പെടുത്തിയ 40 ഡിഗ്രി ചൂടാണ് ഈ സീസണിലെ ഏറ്റവും ഉയർന്ന താപനില. പാലക്കാടിന് പുറമെ കണ്ണൂർ, കൊല്ലം ജില്ലകളിലും 40 ഡിഗ്രിക്കടുത്ത് ചൂട് ഉയർന്നിരുന്നു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം, മലപ്പുറം ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാം. സൂര്യാഘാത സാധ്യത കണക്കിലെടുത്ത് ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. നിർജ്ജലീകരണം തടയാനും നേരിട്ട് ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് വേനൽ ചൂട് കൂടിയതോടെ വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിലേക്ക് എത്തുകയാണ്. ചരിത്രത്തിൽ ആദ്യമായി വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യകത 5933 മെഗാവാട്ടായി ഉയർന്നു. 6000-ന് മുകളിലേക്ക് എത്തിയാൽ വലിയ പ്രതിസന്ധിയാകുമെന്നാണ് വൈദ്യുതി ബോർഡ് വ്യക്തമാക്കുന്നത്. ഇന്നലെ മാത്രം ഉപയോഗിച്ചത് 112.16 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ്. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന വൈദ്യുതി ഉപഭോഗ നിരക്ക് കൂടിയാണിത്. ചൂട് കൂടിയ സാഹചര്യത്തിൽ AC, കൂളർ, ഫാൻ തുടങ്ങിയ ഉപകരണങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നതാണ് വൈദ്യുതി ഉപയോഗം കൂടാൻ കാരണമായത്. പ്രതിസന്ധി ഒഴിവാക്കാൻ വൈകുന്നേരം 6 മുതൽ 11 വരെയുള്ള പീക്ക് സമയങ്ങളിൽ വൈദ്യുതി ഉപയോഗം കുറയ്ക്കാൻ ഉപഭോക്താക്കൾ തയ്യാറാകണമെന്ന് ബോർഡ് അഭ്യർത്ഥിച്ചു. പുതുശ്ശേരി മറുവക്കാട് കനത്ത ചൂടിൽ കുളത്തിലെ വളർത്തുമീനുകൾ ചത്തുപൊങ്ങി. മറുവക്കാട് സുമതി മുരളീധരന്റെ മത്സ്യങ്ങളാണ് ചത്തുപൊങ്ങിയത്. ഏകദേശം 1.5 ലക്ഷത്തിൽ കൂടുതൽ രൂപയുടെ നഷ്ടമുണ്ടായതായി സുമതി പറഞ്ഞു. പുതുശ്ശേരി നടുത്തറ പ്രകാശന്റെ ഉടമസ്ഥതയിലുള്ള കുളം പാട്ടത്തിനെടുത്താണ് മുരളീധരൻ മത്സ്യകൃഷി നടത്തിയിരുന്നത്. മെയ് മാസത്തിൽ വിളവെടുക്കാൻ പാകമായ കട്ല, രോഹു, തിലോപ്പിയ, മൃഗാല എന്നീ മത്സ്യങ്ങളാണ് ചത്തത്. 1.5 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി ദമ്പതികൾ പറയുന്നു. ഇവ കുളത്തിൽ നിന്ന് മാറ്റാനും പുതിയ കൃഷി ആരംഭിക്കാനും ഇനിയും ചിലവ് ഏറെയുണ്ട്. ഒപ്പം മീനിന്റെ ദുർഗന്ധം കുളത്തിനടുത്ത് താമസിക്കുന്നവർക്കും വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. പാട്ടം കൊടുക്കണമല്ലോ, പാട്ടം ഇതും കൂടെ 25,000 റുപ്യ എനിക്ക് ചിലവ് വരുന്നുണ്ട്. 25-30 ഉറുപ്പോളം എനിക്ക് ചിലവ് വരും. ഞങ്ങളിപ്പോൾ ഈ പുതിയ മീനിട്ടിട്ട് 10 മാസത്തോളമായി. ഇപ്പോൾ ഈ 28-ാം തീയതിയോളം നമ്മൾ പിടിക്കണം പറഞ്ഞിരുന്നതാണ്, കൃഷി വിളവെടുപ്പ് നടത്തണം പറഞ്ഞിരുന്നതാണ്. അപ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ചൂട് കൂടിയതോടെ ഓക്സിജൻ കിട്ടാതെ മീനുകൾ കൂട്ടത്തോടെ ചത്തു പൊങ്ങിയതായിട്ടാണ് നിഗമനം. മികച്ച മത്സ്യ കർഷകയ്ക്കുള്ള അവാർഡ് ഒട്ടേറെ തവണ നേടിയ ആളാണ് സുമതി. സമാനമായി മറ്റിടങ്ങളിലും കനത്ത ചൂട് മത്സ്യകൃഷിയെ ബാധിച്ചിട്ടുണ്ട്. ഫിഷറീസ് വകുപ്പ് പ്രതിരോധ മാർഗങ്ങളൊരുക്കാൻ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, പാലക്കാട്. ഹോർമൂസിൽ അമേരിക്കൻ ഉപരോധം തുടരുന്നതിനിടെ വീണ്ടും ഇറാൻ അമേരിക്ക ചർച്ചയെന്ന് റിപ്പോർട്ട്. ഈ ആഴ്ച അവസാനം ചർച്ച നടന്നേക്കുമെന്നാണ് സൂചനകൾ. ഉപരോധത്തിനിടയിലും ചൈനീസ് ടാങ്കർ ഹോർമൂസ് കടന്നു. ഇറാന് ആയുധങ്ങൾ നൽകില്ലെന്നാണ് ചൈനീസ് വക്താവ് വ്യക്തമാക്കുന്നത്. ഇറാന്റെ തുറമുഖങ്ങൾ തടയാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം സ്ഥിതിഗതികൾ വഷളാക്കുമെന്ന ആശങ്ക നിലനിൽക്കെ വീണ്ടും ഇറാൻ അമേരിക്ക ചർച്ചയെന്ന് റിപ്പോർട്ടുകൾ. ഹോർമൂസ് കടലിടുക്ക് ഉപരോധിക്കാൻ അമേരിക്കയ്ക്കൊപ്പം ചേരില്ലെന്ന് നാറ്റോ സഖ്യകക്ഷികൾ അറിയിച്ചു. ഇറാനിലെ തുറമുഖങ്ങളിലേക്കും തിരിച്ചുമുള്ള എല്ലാ കപ്പൽ ഗതാഗതവും തടയാനാണ് US പ്രസിഡന്റ് ട്രംപ് നിർദ്ദേശം നൽകിയത്. മറ്റു രാജ്യങ്ങളും ഇക്കാര്യത്തിൽ അമേരിക്കയ്ക്ക് ഒപ്പം ചേരുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ബ്രിട്ടനും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ US-നെ പിന്തുണയ്ക്കേണ്ട എന്ന നിലപാടിലാണ്. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ 1/5 കടന്നുപോകുന്ന തന്ത്രപ്രധാനമായ ഈ ജലപാത നയതന്ത്ര ചർച്ചകളിലൂടെ തുറന്നുകൊടുക്കുകയാണ് വേണ്ടതെന്ന് മിക്ക യൂറോപ്യൻ രാജ്യങ്ങളും നിലപാടെടുത്തു. അതേസമയം ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധം പിൻവലിക്കണമെന്നും ഇറാനുമായി ചർച്ചകൾ പുനരാരംഭിക്കണമെന്നും സൗദി അറേബ്യ ട്രംപ് ഭരണകൂടത്തിനുമേൽ സമ്മർദ്ദം ചെലുത്തുന്നതായാണ് റിപ്പോർട്ട്. ഇറാന്റെ തകർന്നടിഞ്ഞ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എല്ലാ ചരക്ക് നീക്കങ്ങളും തടയാൻ US തീരുമാനിച്ചത്. എന്നാൽ ഇതിന് പ്രതികാരമായി ചെങ്കടലിലെ പ്രധാന പാതയായ ബാബൽ മന്ദബ്
ഇറാൻ അടച്ചുപൂട്ടിയേക്കാമെന്ന് സൗദി അറേബ്യ അമേരിക്കയ്ക്ക് ഇതിനോടകം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സൗദിയുടെ എണ്ണ കയറ്റുമതിയെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമായ പാതയാണിത്. ഇറാൻ തുറമുഖങ്ങൾ അടയ്ക്കാനുള്ള നീക്കം മറ്റ് പ്രധാന ഷിപ്പിംഗ് റൂട്ടുകളെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഇറാനിയൻ പ്രത്യാക്രമണങ്ങൾക്ക് വഴിവെക്കുമെന്നും അറബ് ഉദ്യോഗസ്ഥർ ആശങ്കപ്പെടുന്നു. അതിനിടെ ട്രംപിന്റെ ഭീഷണിയെ മറികടന്ന് ചൈനീസ് ചരക്ക് കപ്പൽ ഹോർമൂസ് കടലിടുക്ക് കടന്നതായാണ് റിപ്പോർട്ട്. ചൈനയുടെ ഉടമസ്ഥതയിലുള്ളതും ചൈനീസ് ക്രൂ പ്രവർത്തിപ്പിക്കുന്നതുമായ റിസ്റ്റാറി എന്ന കൂറ്റൻ ടാങ്കറാണ് അമേരിക്കൻ ഉപരോധത്തിന് ശേഷം തന്ത്രപ്രധാനമായ പാതയിലൂടെ സഞ്ചരിച്ചത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഫോണിൽ സംസാരിച്ചു. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങളും ഇറാനുമായുള്ള വെടിനിർത്തൽ ചർച്ചയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. 40 മിനിറ്റാണ് മോദിയും ട്രംപും തമ്മിലുള്ള ചർച്ച നീണ്ടുനിന്നത്. നയതന്ത്ര നീക്കത്തിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും ഹോർമുസ് വഴി ചരക്ക് നീക്കം സ്വതന്ത്രമായി നടക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. സമാധാന ശ്രമങ്ങൾക്ക് ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണ പ്രധാനമന്ത്രി അറിയിച്ചിട്ടുണ്ട്. മേഖലയിലെ സംഘർഷ സാഹചര്യത്തിൽ വിദൂര പഠന രീതി പിന്തുടർന്നിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഘട്ടം ഘട്ടമായി തുറക്കാൻ UAE അനുമതി നൽകി. ആദ്യഘട്ടത്തിൽ സർക്കാർ കെട്ടിടങ്ങളും വാണിജ്യ സമുച്ചയങ്ങളിലും പ്രവർത്തിക്കുന്ന നഴ്സറികൾ നേരിട്ടുള്ള പഠന രീതിയിലേക്ക് മാറും. സ്കൂളുകളുടെയും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും കാര്യത്തിൽ തീരുമാനം വരും ദിവസങ്ങളിലുണ്ടാകും. വിദ്യാഭ്യാസ മാനവശേഷി സാമൂഹിക വികസന കൗൺസിലാണ് നഴ്സറികൾ വീണ്ടും പ്രവർത്തനം ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം അറിയിച്ചത്. മാർച്ച് 2 മുതലാണ് UAEയിലെ സ്കൂളുകൾ ഓൺലൈൻ പഠന രീതിയിലേക്ക് മാറിയത്. നിലവിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് നേരിട്ടുള്ള പഠനം പുനരാരംഭിക്കുന്നതിനെക്കുറിച്ച് ആലോചനകൾ നടക്കുന്നത്. മൈജി മലയാളീസ് മാൻഡേറ്റ് സമർപ്പിക്കുന്നത് മൈജിയാണ് ഫ്യൂച്ചർ. പവേർഡ് ബൈ ജോയിൻ ഇന്ത്യസ് #1 കൊമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് IIC ലക്ഷ്യ ഇൻ അസോസിയേഷൻ വിത്ത് VKC ഇന്ത്യസ് പ്രൈഡ്. തിരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ കോൺഗ്രസിൽ മുഖ്യമന്ത്രി ആരെന്ന കൊടുമ്പിരി കൊണ്ട ചർച്ചകളായിരുന്നു. പിന്നാലെ പേരുകളും അഭിപ്രായങ്ങളും വന്നു. കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന മുഖ്യമന്ത്രി ചർച്ചകളിൽ നേതൃതലത്തിൽ പക്ഷേ അതൃപ്തി പുകയുകയാണ്. പരസ്യ പ്രസ്താവനകളും ചർച്ചകളും അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ബെന്നി ബെഹന്നാൻ MP കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയ്ക്ക് കത്തയച്ചു. ഫലം വരുന്നതിന് മുൻപ് തന്നെ മുഖ്യമന്ത്രി ചർച്ചകൾ നടക്കുന്നത് വേദനാജനകമെന്നും സോഷ്യൽ മീഡിയ അല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും ബെന്നി ബെഹന്നാൻ പറയുന്നു. മുഖ്യമന്ത്രി ചർച്ചകളിൽ വിമർശനം ആവർത്തിച്ച് K മുരളീധരനും രംഗത്ത് വന്നു. വോട്ടെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി ചർച്ചകൾ തലപൊക്കിയതിൽ ഒരു വിഭാഗം നേതാക്കൾ കടുത്ത വിയോജിപ്പുമായി രംഗത്ത് വന്നിരുന്നു. ഹൈക്കമാൻഡാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും ഇപ്പോൾ ഇത്തരം ചർച്ചകൾ വോട്ടർമാർക്കിടയിൽ അവമതിപ്പുണ്ടാക്കുമെന്നും ചൂണ്ടിക്കാട്ടി KC ജോസഫ്, K മുരളീധരൻ തുടങ്ങിയവർ ആദ്യമേ രംഗത്തുണ്ടായിരുന്നു. എന്നാൽ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ചർച്ചകൾ തുടരുകയും സാമൂഹ്യ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തതോടെയാണ് മുതിർന്ന നേതാക്കൾ ഓരോരുത്തരായി വിയോജിപ്പ് പരസ്യമാക്കുന്നത്. മുഖ്യമന്ത്രി മോഹികൾക്കെതിരെ മുതിർന്ന നേതാവും MPയുമായ ബെന്നി ബെഹന്നാൻ ആഞ്ഞടിച്ചു. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി ചർച്ചകൾ വേദനാജനകമെന്നും ഹൈക്കമാൻഡിന്റെ തീരുമാനം വരുന്നതുവരെ നേതാക്കൾ കാത്തിരിക്കണമെന്നും ബെന്നി ബെഹന്നാൻ പറഞ്ഞു. ഇത്തരം ചർച്ചകൾ വിലക്കണമെന്നാവശ്യപ്പെട്ട് ബെന്നി ബെഹന്നാൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് കത്തയക്കുകയും ചെയ്തു. സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഇത്തരം ചർച്ചകൾ ഉണ്ടാകുന്നത് പാർട്ടിയെ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ തെറ്റായ സന്ദേശം നൽകുമെന്നും ബെന്നി ബെഹന്നാൻ ചൂണ്ടിക്കാട്ടുന്നു. അതിനിടെ ഇപ്പോൾ ഉയരുന്ന ചർച്ചകളിലും പ്രചാരണങ്ങളിലും വിമർശനം ആവർത്തിച്ച് K മുരളീധരനും രംഗത്ത് വന്നു. ഒരു തർക്കവുമില്ല. 4-ാം തീയതി റിസൾട്ട് വന്നാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പാർലമെന്ററി പാർട്ടി യോഗം ഹൈക്കമാൻഡ് വിളിക്കും. യുനാനിമസായി തന്നെ പാർട്ടി നേതാവിനെ തിരഞ്ഞെടുക്കും. ആവശ്യമായിട്ടുള്ള വിവാദങ്ങൾക്ക് ഇപ്പോൾ പ്രസക്തിയില്ല. അങ്ങനെ ചർച്ച പോലും പാർട്ടിക്കകത്ത് ഒരു ഫോറത്തിലും നടക്കുന്നില്ല. അതേസമയം കോൺഗ്രസിലെ ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ച് മുഖ്യമന്ത്രി ചർച്ചകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമായാണ് നടക്കുന്നത്. ഹൈക്കമാൻഡാണ് അന്തിമ തീരുമാനമെടുക്കുന്നതെന്ന് നേതാക്കൾ പറയുമ്പോഴും മറുഭാഗത്ത് മുഖ്യമന്ത്രി മോഹികൾ ഇത്തരം പ്രചാരണങ്ങൾക്ക് വളമിടുന്നുവെന്ന ആക്ഷേപമാണ് ഉയരുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വിഷയത്തിൽ പല പ്രതികരണങ്ങളും ഇന്ന് വന്നത് നമ്മൾ കണ്ടു. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിൽ യാതൊരു തർക്കമില്ലെന്നും എല്ലാ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നതാണെന്നുമാണ് PK കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. അതേസമയം മുഖ്യമന്ത്രി സംബന്ധിച്ച് ചർച്ച നടത്തേണ്ടത് ഹൈക്കമാൻഡാണെന്നാണ് KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ പ്രതികരിച്ചത്. പ്രതികരണം നോക്കാം.
നിങ്ങൾ വെറുതെ കഥ ഉണ്ടാക്കുകയാണ്, ഒരു കാര്യമില്ലാതെ കഥ ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഒരു കാര്യമേ ഇല്ല. ഇല്ല, നിങ്ങളെ കാര്യമില്ല. നിങ്ങൾ വെറുതെ ഒരു വേസ്റ്റ്. നിങ്ങൾ വെറുതെ എന്തിനാണ് നിൽക്കല്? ഇതൊരു ഉത്തരവാദിത്തപ്പെട്ട ഇലക്ഷൻ ജയിച്ചാൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു മുന്നണിയല്ലേ? അതാ സമയത്ത് ഞങ്ങൾ നോക്കൂലേ? ഞങ്ങളെന്താ കുട്ടികളെയാണോ ഇങ്ങനെ ഡെയിലി നിങ്ങൾ ചോദിക്കുമ്പോൾ ഇതിന്റെ കഥ? അതൊരു മോശമാണ്. നിങ്ങളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണ്ട. ഇതൊരു ഉത്തരവാദിത്ത രാജ്യം ഭരിക്കുന്ന കാര്യമല്ലേ? അല്ല, അത് നിങ്ങൾ ആരംഭിച്ചല്ലേ? കേരളത്തിലെ മാധ്യമങ്ങളാണല്ലോ ആരംഭിച്ചത്. ഞങ്ങൾക്ക് ഇത് ആരംഭിക്കേണ്ട സമയം എപ്പോഴാണെന്നുള്ളത് വ്യക്തമായ ബോധ്യമുണ്ട്. അത് പാർട്ടിക്കുണ്ട്, UDF-നുണ്ട്. ആ സമയത്ത് ആരംഭിക്കും. ആ സമയത്ത് അത് പ്രഖ്യാപിക്കേണ്ട സമയത്ത് പ്രഖ്യാപിക്കും. അത് യാതൊരു രീതിയിലും ഇത്തരം സന്ദർശനങ്ങൾക്ക് അതുമായിട്ട് യാതൊരു ബന്ധമില്ല. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തമിഴ്നാട്ടിൽ BJP പ്രകടന പത്രിക പുറത്തിറക്കി. കുടുംബനാഥകൾക്ക് പ്രതിമാസം 2000 രൂപ ധനസഹായം, സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ തടയാൻ പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികളും 0 FIR സംവിധാനവും, ലഹരി മാഫിയയെ ഇല്ലാതാക്കാൻ തമിഴ്നാട് ഡ്രഗ് എറാഡിക്കേഷൻ വിഭാഗം രൂപീകരിക്കുമെന്നും വാഗ്ദാനം. കേന്ദ്രമന്ത്രി JP നദ്ദ, തമിഴ്നാട് BJP അധ്യക്ഷൻ നയിനാർ നാഗേന്ദ്രൻ, BJP നേതാക്കളായ K അണ്ണാമലൈ, തമിഴിസൈ സൗന്ദരരാജൻ തുടങ്ങിയവർ പങ്കെടുത്ത ചടങ്ങിലാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. കുടുംബനാഥകൾക്ക് പ്രതിമാസം 2000 രൂപ ധനസഹായം, കൂടാതെ എല്ലാ വീടുകളിലും 10000 രൂപയുടെ ഒറ്റത്തവണ ധനസഹായവും നൽകും. പൊങ്കൽ, തമിഴ് പുതുവർഷം, ദീപാവലി എന്നീ ആഘോഷങ്ങളോടനുബന്ധിച്ച് വർഷത്തിൽ 3 LPG സിലിണ്ടറുകൾ സൗജന്യമായി നൽകും. അർഹരായ സ്ത്രീകൾക്ക് സ്കൂട്ടർ വാങ്ങാൻ 25,000 രൂപയുടെ ധനസഹായം. PM കിസാൻ പദ്ധതിക്ക് പുറമെ സംസ്ഥാന സർക്കാർ വക 3000 രൂപ കൂടി നൽകി പ്രതിവർഷം ധനസഹായം 9000 രൂപയാക്കും. സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള സഹകരണ സംഘങ്ങൾക്കും MSMEകൾക്കും 50 ലക്ഷം രൂപ പലിശരഹിത വായ്പ. ഉന്നത വിദ്യാഭ്യാസത്തിന് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ. ആയുഷ്മാൻ ഭാരത് പദ്ധതി വ്യാപിപ്പിക്കുകയും എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ആധുനിക മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ സ്ഥാപിക്കുകയും ചെയ്യും. മയക്കുമരുന്ന് മാഫിയയെ വേരോടെ പിഴുതെറിയാൻ പ്രത്യേക ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കും. ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ ഭരണം രാഷ്ട്രീയക്കാരിൽ നിന്നും മാറ്റി ഭക്തരടങ്ങുന്ന സ്വതന്ത്ര സമിതികളെ ഏൽപ്പിക്കും. എല്ലാ പഞ്ചായത്തുകളിലും ശുദ്ധമായ കുടിവെള്ളവും സ്മാർട്ട് ക്ലാസ് റൂമുകളും ഉറപ്പാക്കും. ജല്ലിക്കെട്ട് കാളകളെ വളർത്തുന്നവർക്ക് പ്രതിമാസം 2000 രൂപ സഹായവും, പങ്കെടുക്കുന്നവർ മരിച്ചാൽ 10 ലക്ഷം രൂപ നൽകുമെന്നും പ്രകടന പത്രിക വാഗ്ദാനം ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത TV. തമിഴ്നാട്, പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം നിർണായക ഘട്ടത്തിൽ. ശക്തമായ ത്രികോണ മത്സരമാണ് ഇത്തവണ തമിഴ്നാട്ടിൽ. അതേസമയം ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസും BJPയും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമാണ്. മുന്നണികൾക്കും പ്രവർത്തകർക്കും ആവേശമായി ദേശീയ നേതാക്കളടക്കം ഇരു സംസ്ഥാനങ്ങളിലും പ്രചാരണത്തിന് എത്തുന്നുണ്ട്. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ നേതൃത്വത്തിൽ ഭരണം നിലനിർത്താനായി DMK തീവ്ര ശ്രമം നടത്തുന്നുണ്ട്. തമിഴ്നാടിന്റെ അവകാശങ്ങൾ കേന്ദ്ര സർക്കാർ കവരുന്നുവെന്ന ആരോപണമാണ് DMK ഉന്നയിക്കുന്നത്. എടപ്പാടി പളനിസ്വാമിയുടെയും അണ്ണാമലയുടെയും നേതൃത്വത്തിലുള്ള AIADMK BJP സഖ്യം ശക്തമായ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഭരണവിരുദ്ധ വികാരം മുതലെടുക്കാൻ ലഹരി മാഫിയ, അഴിമതി തുടങ്ങിയ വിഷയങ്ങളാണ് BJPയും AIADMKയും പ്രധാനമായും ഉന്നയിക്കുന്നത്. പ്രകടന പത്രിക പുറത്തിറക്കിയതിനു പിന്നാലെ പ്രധാനമന്ത്രി നാളെ തമിഴ്നാട്ടിലെത്തുന്നുണ്ട്. മറ്റ് കേന്ദ്രമന്ത്രിമാരും വരും ദിവസങ്ങളിൽ തമിഴ്നാട്ടിൽ സജീവമാകും. കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തമിഴ്നാട്ടിൽ DMKയുടെ പ്രചരണത്തിനായി എത്തും. DMK സഖ്യത്തിനൊപ്പം സംയുക്ത റാലികളിലും ഇവർ പങ്കെടുക്കും. AAP നേതാവ് അരവിന്ദ് കെജ്രിവാൾ ഏപ്രിൽ 20-ന് DMKയ്ക്ക് വേണ്ടി പ്രചാരണത്തിലെത്തുന്നുണ്ട്. നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെற்றிക്കഴകം ആദ്യമായി മത്സരരംഗത്തുള്ളത് യുവാക്കൾക്കിടയിൽ വലിയ ചലനം സൃഷ്ടിച്ചിട്ടുണ്ട്. യുവാക്കൾക്കും സ്ത്രീകൾക്കുമായി പ്രത്യേക പദ്ധതികളൊക്കെ വിജയ് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. തമിഴ്നാടിന് പിന്നാലെ പശ്ചിമബംഗാളിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം നിർണായക ഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട്. മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസും BJPയും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമാണ് ബംഗാളിൽ. ബംഗാളിന്റെ തനിമ സംരക്ഷിക്കാനും കേന്ദ്ര അവഗണനയ്ക്കെതിരെയുമാണ് മമത പ്രചാരണം നയിക്കുന്നത്. BJPയുടെ പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. അധികാരത്തിൽ വന്നാൽ 6 മാസത്തിനകം ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കും. സ്ത്രീകൾക്ക് പ്രതിമാസം 3000 രൂപ സാമ്പത്തിക സഹായം അടക്കം BJP വാഗ്ദാനം ചെയ്യുന്നുണ്ട്. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച തർക്കം പ്രചാരണത്തിൽ വലിയ ചർച്ചയാണ്. ലക്ഷക്കണക്കിന് വോട്ടർമാരുടെ പേര് നീക്കം ചെയ്തതായാണ് തൃണമൂൽ ആരോപിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, അമൃത TV.